നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ രണ്ടത്താണിയിലാണ്. നാടും നഗരവും മാറ്റിക്കൊണ്ട്, നാടിന്റെയും നഗരത്തിന്റെയും അടയാളങ്ങളെ മാറ്റിക്കൊണ്ട് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. ഇവിടെ മായുന്നത് ചില നാടുകൾ കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രണ്ടത്താണി അത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് കാണാം ദേശീയപാതയുടെ പണി വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഇതാണ് നിലവിലുള്ള ദേശീയപാത. ഇവിടം ഈ വലിയ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഉപയോഗശൂന്യമാകുന്ന അവസ്ഥയാണ്. ഈ നാട്ടിലുള്ളവർക്ക് മറുവശത്തേക്ക് കടക്കാനും അവിടുന്ന് തിരിച്ചു വരാനും വഴിയില്ലാത്ത ഒരു സാഹചര്യമാണ്. 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവിടെ മറുകരയിൽ ബന്ധിപ്പിക്കുന്ന അണ്ടർപാസും ഓവർ ബ്രിഡ്ജും ഉള്ളത്. പക്ഷേ ഇവിടുത്തുകാരുടെ ആവശ്യം രണ്ടത്താണിയിൽ, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ മേഖലയിൽ ആളുകൾക്ക് സൗകര്യപ്രദമാവുന്ന രീതിയിൽ നടക്കുവാൻ ഒരു ഇടനാഴി വേണമെന്നുള്ളതാണ്. ഇതൊരു നാടിന്റെ ആവശ്യമാണ്. ഈ ആവശ്യം മുൻനിർത്തി വലിയ പ്രതിഷേധങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 2 ദിവസം മുൻപ് നടന്ന വലിയ പ്രതിഷേധത്തിൽ സ്ത്രീകളും കുട്ടികൾക്കും അടക്കം നൂറുകണക്കിന് ആളുകളാണ് അണിനിരുന്നത്. എന്തുകൊണ്ടാണ് ഈ ജനകീയ വിഷയം ഇവിടെ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇതിനെ ചെവിക്കൊള്ളാത്തത് എന്ന ചോദ്യമാണ് നമ്മൾ ഉയരുന്നത്. നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ടത്താണിക്കാർക്ക് പറയാനുള്ളത് എന്താണ് എന്നറിയാനുള്ളത്. നമ്മൾ നിൽക്കുന്നത് രണ്ടത്താണി എന്ന ചെറിയ പട്ടണത്തിലാണ്. അതായത് നിലവിലെ ഹൈവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ രണ്ടത്താണി. നമുക്ക് എന്താണെങ്കിലും രണ്ടത്താണിയിലെ നാട്ടുകാർ നമ്മോടൊപ്പം ചേരാൻ പോവുകയാണ്. കാരണം ഈ നാടിനെ വിഭജിച്ചുകൊണ്ടുള്ള ഒരു വലിയ വികസനത്തിന് ആരും ഇവിടെ എതിരല്ല. പക്ഷേ ഇവർ ആവശ്യപ്പെടുന്നത് ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാകട്ടെ, ഇവിടുത്തെ സ്കൂളാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അവിടേക്കെല്ലാം എത്തിപ്പെടാനുള്ള ഒരു വഴി വേണം എന്നുള്ള ന്യായമായ ആവശ്യമാണ് രണ്ടത്താണിക്കാർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. നമ്മോടൊപ്പം പ്രദേശവാസികൾ ചേരുന്നുണ്ട്, വ്യാപാര സമൂഹത്തിലുള്ളവരുണ്ട്. അങ്ങ് മുഹമ്മദ് ഖാ ഇവിടുത്തെ വ്യാപാരികളുടെ പ്രതിനിധിയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വലിയ ഹൈവേ അത് യാഥാർത്ഥ്യമാകുന്ന വികസനത്തിന്റെ ഭാഗമായിട്ടാണ്. വികസനം അനിവാര്യമാണ്, നമുക്കെല്ലാം അറിയാം. പക്ഷെ രണ്ടത്താണിയിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം നിങ്ങൾക്കൊരു ഇടനാഴി എന്നുള്ളതാണ്, അല്ലേ? മറുവശത്തേക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരും തന്നെ വികസനത്തിനെതിരല്ല. വികസനം നാടിന്റെ ആവശ്യമാണ്. ഞങ്ങളും വികസനത്തിന്റെ കൂടെയുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഒരു എയർപോർട്ട് വേണമെന്നോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണോ എന്നല്ല ആവശ്യപ്പെടുന്നത്. ജനങ്ങൾക്ക് അങ്ങോട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ മെയിൻ അങ്ങാടി. ഈ ഭാഗത്താണ് ഇവിടുത്തെ സ്കൂളുകൾ, പള്ളികൾ, മദ്രസകൾ, പോസ്റ്റ് ഓഫീസ്, മെയിൻ അങ്ങാടി. ദിനേന നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പച്ചക്കറി മുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് ആളുകൾക്ക് വന്നേ തീരൂ. മനസ്സിലായില്ലേ? ആ റോഡിന്റെ കിഴക്ക് വശം മുഴുവനും നിങ്ങൾ പോയാൽ അറിയാം, 1-2 കടകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ റെസിഡൻഷ്യൽ ഏരിയയാണ്. മാറാക്കര പഞ്ചായത്തിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ ശാപം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ 2 പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് ഈ രണ്ടത്താണി ടൗൺ കിടക്കുന്നത്. ഇതിപ്പോൾ അവർ ചെയ്യണോ ഇവർ ചെയ്യണോ എന്നുള്ളൊരു വാശിയിലാണ് ഞങ്ങൾക്കിത് നഷ്ടപ്പെട്ടത്. പക്ഷേ രണ്ടത്താണിയെ സംബന്ധിച്ചിടത്തോളം നടപ്പാത കിട്ടുന്നത് വരെ ഞങ്ങൾ കിട്ടുന്ന അറ്റം വരെ പോകും. അതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇതിലിപ്പോ സമാനമായ പ്രതിഷേധം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പൊന്നാനിയിലാകട്ടെ, ഇരുമ്പഞ്ചോലയുടെ അവിടെയൊക്കെ പലയിടത്തും പ്രതിസന്ധികൾക്ക് പരിഹാരമാവുന്ന രീതിയിൽ നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാനുണ്ട്? നമ്മൾ ഇതേ വിഷയമായിട്ട് ഇരുമ്പിഞ്ചോല എന്ന സ്ഥലത്ത്, ഇത് VK പടി കുളപ്പുറം എന്ന ഏരിയയിൽ സ്കൂൾ വിഷയമായിട്ട് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണമെന്ന് പറഞ്ഞ് അവിടെ ഈ പ്രശ്നമുണ്ടായി. അതേ സ്പോട്ടിൽ 1 മാസം കൊണ്ട് അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അവിടെ കോടതി കേസ് ഒന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ജനപ്രതിനിധികളാണ് നേടിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൊന്നാനിയിൽ ഇതേ ഒരു വിഷയം ഉണ്ടായിട്ട് അവിടുത്തെ ജനപ്രതിനിധികളും മറ്റുള്ള പാർട്ടിക്കാരും കൂടി ഇടപെട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടത്താണിയിൽ ഇന്നേക്ക് 404 ദിവസം എന്ന് പറയും. ഇതുവരെ ഒരു റിപ്പോർട്ട്, നല്ലൊരു പോസിറ്റീവായ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. NHAന്റെ അടുത്തുനിന്ന് ഇവിടെ സ്കൂളില്ല. അതുപോലെ ഇങ്ങോട്ട് കടക്കാനുള്ള എൻട്രി വേറെ സ്ഥലത്താണ് സ്കൂൾ ഉള്ളതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം നമ്മളിവിടെ ഇത് നേടിയെടുക്കാൻ സിമ്പിളായിട്ട് പറ്റും. കാരണം മറ്റുള്ള സ്ഥലത്ത് ഇതിനേക്കാളും ദൂരപരിധി കുറവുള്ള സ്ഥലത്ത് വരെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറെ പഠനം നടത്തിയതാണ്, കുറെ കാര്യങ്ങൾ അങ്ങേക്ക് അറിയുകയും ചെയ്യാം. എന്താണ് ഇതിന് തടസ്സമായിട്ട് NHA പറയുന്നത്? NHA മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ രണ്ടത്താണിന്റെ ഈ സൈഡിൽ ഇത്
ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിൽ ഗവൺമെന്റ് സ്കൂൾ ഇല്ല എന്നാണ് അവര് ഒരു മറുപടി പറയുന്നത്. അവർ കുറച്ച് മുകളിലൊരു വാരുത്ത് റോഡുണ്ട്, അവിടെയാണ് സ്കൂൾ കാണിക്കുന്നത് അവരെ രേഖയിലുള്ളത്. എങ്ങനെയാണ് രേഖ അവിടെ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ കമ്മീഷനെ വെക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കൂൾ ഉണ്ടോ മാർക്കറ്റ് ഉണ്ടോ എന്ന് അവർ നേരിട്ട് അറിയും. പിന്നെന്ന് പറഞ്ഞാൽ അവർ പറയണമെന്ന് വെച്ചാൽ ഇവിടെ 400 മീറ്ററിന്റെ ഉള്ളിൽ 2 എണ്ണം ആകും എന്നൊക്കെയാണ് NHI പറയുന്നത്. ഇപ്പൊ എവിടേക്കാണ് ഇവിടുത്തെ പാസേജിൽ വരുന്നത്? പാസേജ് വരുന്നത് ഇവിടെ മുകളിൽ വാരുത്ത് റോഡിന്റെ അവിടെ ഒരു പാസേജ് വരുന്നുണ്ട്. അവിടെ അണ്ടർപാസ് ആണ് വരുന്നത് മൂച്ചിക്കല്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പൂവഞ്ചന എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അവിടുന്ന് ദൂരപരിധി എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററും 250 മീറ്ററും ഉണ്ട്. അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടത്താണി ടൗൺ മിസ്സായി പോയിട്ടുള്ളത്. ഒരു PW റോഡുണ്ട്, അവിടെ പോലും ഒരു ആക്സസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സർവീസ് റോഡുകൾ ഒരു ആക്സസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റേണ്ട അവസ്ഥയാണ് നിലവിൽ കുട്ടികൾ താഴെ കോളനി ഏരിയകളിൽ നിന്ന് വരുന്നത് 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കയറി വന്നിട്ടാണ് ഈ LP സ്കൂൾക്കും അതുപോലെ രാജാസ് PKM സ്കൂൾക്ക് ബസ് കയറാൻ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് വരല്. ഈ വഴി അടഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും 1/2 കിലോമീറ്റർ മുകളിലോട്ട് പോയാൽ ബസ് സ്റ്റോപ്പ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു വഴി ഉണ്ടെങ്കിൽ കുട്ടികൾ ആദ്യം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ താഴ്ന്ന് നടന്ന് വന്നിട്ട് ബസ് കയറി പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് പോലും കയറാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പൊ അടഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നേരിട്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇത് ഇനി ഫുൾ ആയി കഴിഞ്ഞാൽ കുട്ടികൾ ഇനിയും നടക്കണം മുകൾക്ക്. അപ്പൊ ഇതേ വിഷയം ഞാൻ പറഞ്ഞില്ലേ, ദൂരപരിധി ഒരു വിഷയമല്ല, ഇത് പൊളിറ്റിക്കൽ പവറിലാണ് ഏറ്റവും സിമ്പിളായിട്ട് കിട്ടുക. നമുക്ക് ഇരുമ്പിഞ്ചോല സ്ഥലം ആർക്ക് പോയി നോക്കിയാലേ അറിയാം. അപ്പൊ 2 ആഴ്ച ആയിട്ടുള്ളൂ അവിടെ വർക്ക് തുടങ്ങിയിട്ട്. ഇതേമാതിരി കുട്ടികൾക്ക് സ്കൂൾക്ക് പഠനം എന്ന ഉദ്ദേശം കുട്ടികളെ ബുദ്ധിമുട്ടും ആലോചിച്ചിട്ടാണ് അവിടെ നേടിയെടുത്തിട്ടുള്ളത്. അതേ ഏരിയയാണ് ഇവിടെ. ദൂരപരിധി ഉണ്ട്, 2 കിലോമീറ്റർ ഉണ്ട്. ചെയ്യാൻ പറ്റിയ ഇച്ഛാശക്തിയോടെ നേതാക്കൾ ഇടപെടണം, അതാണ് ആവശ്യം. ഞാനും ഈ അയ്യൂബ് ഖാൻ റോഡ് താമസിക്കുന്ന ആളാണ്. ഞാനൊരു ദിവസം ഡെയിലി 2-3 പ്രാവശ്യം 4 പ്രാവശ്യം ഇങ്ങോട്ട് ഞാൻ കടയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ നടന്നു വരേണ്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ക്രോസ് ചെയ്യണമെങ്കിൽ ആദ്യം താഴ്ന്ന ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഞാൻ താഴ്ന്ന് നടന്നിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ മൂച്ചിക്ക പോകണം. മൂച്ചിക്ക പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്ന് കടയിൽ അങ്ങാടി കയറുന്ന കടയ്ക്ക് ഇവിടെ ജസ്റ്റ് ക്രോസ് ചെയ്യാനുള്ളൂ. അത് അവിടെ പോയി ക്രോസ് ചെയ്ത് വരണം. ഇവിടെ അതുപോലെ ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 4 പ്രാവശ്യം അതുപോലെ കയറി. അതുപോലെ ഓരോ ആളുകൾക്കും ഒരുപാട് താഴ്ന്ന കുട്ടികളൊക്കെ വരുന്നത്. ഇവിടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ഇവിടുന്ന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കയറി കൽപ്പഞ്ചേരി നാലിൽ അപ്പുറത്ത് പോയി കയറാനൊക്കെ വളരെ പ്രയാസമാണ് ഇപ്പോൾ ഇത് ഇവിടെ അറിഞ്ഞതുകൊണ്ടുണ്ടാകുന്നത്. നേരെ കുറച്ച് ഇവിടെ നടപ്പാത കിട്ടാൻ ഞാൻ വളരെ പ്രയാസത്തിലാണ്. നടപ്പാത കിട്ടാനുള്ള ആവശ്യം തന്നെ എല്ലാവർക്കും ഉള്ളത്. കുട്ടികൾ ചേരുന്നുണ്ട്. മക്കളെ എവിടെ പഠിക്കണേ? GBS രണ്ടത്താണി എന്ന് പറഞ്ഞ സ്കൂളിലാണ്. അവിടുത്തെ 50% കുട്ടികളും മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞാനൊരു ദിവസം മദ്രസയ്ക്ക് ഒരു പ്രാവശ്യം പോകുന്നുണ്ട്, മദ്രസ വിട്ട് വീട്ടിലേക്ക് ഒരു പ്രാവശ്യം വരുന്നു, എന്നിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്, സ്കൂൾ വിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പ്രാവശ്യം നടക്കുന്നുണ്ട്. ഏകദേശം ഞങ്ങൾ പോകുമ്പോൾ 600 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ നടക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു അണ്ടർപാസ് അല്ലെങ്കിൽ ബോക്സ് കൾവേട്ടെങ്കിലും നൽകണം. കടകൾ 2 മദ്രസകൾ സ്കൂളുകൾ എല്ലാം ഈ സൈഡിലാണ്. റേഷൻ കട എല്ലാം ഈ സൈഡിലാണ്. ആശുപത്രി ആണെങ്കിൽ അപ്പുറത്താണ്. അത്യാവശ്യം നമ്മൾ ഞങ്ങളുടെ സ്കൂൾ GBS രണ്ടത്താണി സ്കൂളിൽ 600 പേരിൽ കുട്ടികളുണ്ട്. അതിൽ 50% കുട്ടികളും റോഡിന്റെ കേക്ക് ഭാഗത്താണ് മാറാക്കര പഞ്ചായത്ത്. അതുകൊണ്ട് 1.5 കിലോമീറ്റർ ചുറ്റി കളഞ്ഞിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അണ്ടർപാസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വരാം അല്ലേ? ഞങ്ങൾക്ക് ഫസ്റ്റ് ഇവിടെ വരാനൊരു ഓവാലുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓവാലത്തിൽ ഫുള്ള് വെള്ളം ഒഴുക്കി വിടുന്ന സ്ഥലം മാത്രം ആക്കിക്കണേ. പൈക്കൂടി നടക്കാൻ വയ്യ. പിന്നെ ഒരു 3 ആൾക്കാർ ഉയരത്തിലാണ് ഇപ്പോൾ മതിൽ ഒരു മതിലായി വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട്. ആവശ്യം നമുക്ക് നടക്കാനുള്ള ഒരു വഴി വേണം. എത്രമാത്രം പ്രധാനപ്പെട്ടതായിട്ടാണ് ഈ ഒരു ആവശ്യം നിങ്ങൾ ജനപ്രതിനിധി മുമ്പിൽ അവതരിപ്പിച്ചോ? എന്താണ് ഈ റോഡിന്റെ അങ്ങേ സൈഡിൽ നിന്ന് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളാണ്. അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം. കഴിഞ്ഞ വർഷത്തിൽ 600ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന സ്കൂളിൽ ഈ റോഡ് പണി തുടങ്ങിയതുകൊണ്ട് 100-ലധികം കുട്ടികൾ കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പം ഇനി അടുത്ത വർഷം അധ്യയന വർഷം ഇതിലും കുട്ടികൾ കുറയാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്കൊരു ഈ സ്കൂളിനായിട്ട് ഒരു വഴിയെങ്കിലും അനുവദിച്ചു തരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ തിരിച്ചെത്താം. സ്ത്രീകൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാര്യം ഇവരൊക്കെ കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രതിഷേധവുമായിട്ട് ആ രംഗത്ത് ഇറങ്ങിയവരാണ് അല്ലേ? ഇത്രയും സ്ത്രീകൾ ഇറങ്ങണമെങ്കിൽ അത് അത്രയും ന്യായമായ ഒരു ആവശ്യമായിട്ടായിരിക്കും. അത്രയും പ്രധാനപ്പെട്ട ഒരു ന്യായമായ ആവശ്യം തന്നെയാണ് ഇവിടെ നിലവിലുള്ളത്. ഞങ്ങൾക്ക് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു നടപ്പാത ഉണ്ടായിരുന്നു, അതിപ്പോൾ അടച്ചിരിക്കുകയാണ്. അതിന് ബദൽ സംവിധാനം കാണുമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു ബദൽ സംവിധാനവും കാണുന്നില്ല.
ഇപ്പോൾ ഞങ്ങൾക്ക് 90% പൊതുസ്ഥാപനങ്ങൾ ഈ ഭാഗത്താണുള്ളത്. അതായത് ഗവൺമെൻറ് സ്കൂള്, മദ്രസകൾ, പള്ളികൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, ATM, പിന്നെ എന്ന് വേണ്ട നമ്മൾ ആശ്രയിക്കുന്ന നിത്യേന ആശ്രയിക്കുന്ന മുഴുവൻ പൊതുസ്ഥാപനങ്ങളും ഈ ഭാഗത്താണുള്ളത്. പക്ഷേ നമ്മൾക്ക് ഇങ്ങോട്ട് മുറിച്ച് കടക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? പ്രായമായവർ, പിഞ്ചു കുട്ടികൾ, സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഇങ്ങോട്ട് മുറിച്ച് കടക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഈ കുട്ടികൾ സ്കൂളുകൾക്കൊക്കെ എന്നും പ്രത്യേക പരിഗണന എല്ലാ വികസിത രാഷ്ട്രങ്ങളിലും നൽകുന്നതാണ്. അവർക്കൊരു സൈൻ ബോർഡ്, അതുപോലെ സ്കൂളിലത്തെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കി കൊടുക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ അത് നടന്നില്ല. ഉള്ള വഴി പോലും അടച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട്. ഞങ്ങൾക്ക് ഒരു വഴി കിട്ടിയേ തീരൂ. കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് പലതരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. 3-4 മാസമല്ല, ഒരു കൊല്ലത്തിലധികമായി ഞങ്ങളിപ്പോൾ ഇതിന് പ്രതിഷേധവുമായി മുന്നോട്ട് ഇറങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ ഒരു ഫലവും ഇതിന് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് ഫലം കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരത്തിനോട് കൂടി മുന്നേറാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായും ഞങ്ങൾക്ക് നല്ലൊരു ഒരു ഊപാലമാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ കടക്കാൻ ഒരു വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ വഴി അടഞ്ഞ സ്ഥിതിക്ക് പ്രൈവറ്റ് സ്കൂള്, ഗവൺമെന്റ് സ്കൂള്, പോസ്റ്റ് ഓഫീസ്, എന്തിനു പറയുന്നൊരു പച്ചക്കറി പോലും വാങ്ങാൻ ഞങ്ങൾക്ക് ഇപ്പുറത്തൊരു കടക്കാൻ മേല. ഞങ്ങളൊക്കെ കച്ചവടക്കാരാണ്. ഞങ്ങൾക്ക് ദിവസം മറ്റുള്ളവർക്ക് വാഹനമായിട്ട് വല്ലപ്പോഴും വന്ന് കയറിയാൽ മതി. പക്ഷെ ഞങ്ങൾക്കതല്ല. ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. ഞങ്ങൾ പല സമരങ്ങളും നടത്തി നോക്കി. ഞങ്ങൾ ഇനി മരണം വരെയും ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്കൊരു വഴി, ഞങ്ങൾക്ക് വലിയ അണ്ടർപാസോ വണ്ടി പോകാനുള്ള സൗകര്യം ഒന്നുമല്ല ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഞെങ്ങി ഞെരുങ്ങിയെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പുറം ഒന്ന് കിടക്കാൻ നിങ്ങൾ ഒരു നടവഴി മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞങ്ങളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഞങ്ങൾക്ക് തന്നെ ഒരു വഴി വേണം തന്നെയാണ്, അത്യാവശ്യമാണ്. ഞാൻ കുറേ ദൂരത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഈ അങ്ങാടിയിലിട്ട് നടക്കണമെങ്കിൽ 4 മീറ്ററോളം ഞാൻ നടക്കണ്ടേ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കടയ്ക്ക് വരണമെങ്കിൽ കുറേ നടന്നിട്ടാണെങ്കിൽ വരണമെങ്കിൽ. അതേപോലെ തന്നെ എല്ലാവരും ഞങ്ങൾ ആ ഭാഗത്തുള്ള കുറേ കിലോമീറ്റർ നടന്നിട്ടാണ് ഞങ്ങൾ വരുന്നത്. എന്തായാലും ഒരു വഴി വേണം. അത് തന്നെ പറയാനുള്ള നടക്കാനുള്ള വഴി. ഞങ്ങൾ അങ്ങാടി കയറണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കുറേ നടന്നിട്ട് വേണം. പിന്നെ അങ്ങാടി കയറിയാൽ തന്നെ ഇപ്പോൾ ഈ ഭാഗത്തേക്ക് മുറിഞ്ഞു കിടക്കാൻ ഒരു വഴിയില്ല. കുറേ ദൂരം സഞ്ചരിച്ച് വേണം ഇങ്ങോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. വഴി വേണം. ഞാൻ രണ്ടത്താണിയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോൾ GUPS രണ്ടത്താണിയിൽ അധ്യാപികയാണ്. ഞാൻ പഠിക്കാൻ പോയിരുന്ന കാലത്ത് മുതൽ എൻ്റെ മദ്രസയും സ്കൂളൊക്കെ റോഡിൻ്റെ ഈ സൈഡിലാണ്, അതായത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ്. ഞാൻ നിൽക്കുന്നത് മാറാക്കര പഞ്ചായത്തിലാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചെറുപ്പകാലം തൊട്ടേ ഞങ്ങൾക്ക് ശീലമുള്ളത് ഒരു ഓവുപാലം കടന്നു വരുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്ന് ഓവുപാലം പോയിട്ട് നടക്കാനൊരു വഴി ഇല്ലാത്തൊരവസ്ഥയിൽ മതിൽ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതുപോലെ പ്രായമായവർ എല്ലാവരും വളരെ ദുരിതത്തിലാണ്. ഞാനും അതുപോലെ തന്നെ കുറേ ദൂരം. വികസനം വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് വികസനം അത്യാവശ്യമാണ്. പക്ഷേ കുട്ടികൾക്ക് കടക്കാൻ, പ്രായമായവർക്ക് കടക്കാൻ, എല്ലാവർക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും കടക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു വഴി, ഒരു നടപ്പാത മതി. ഇനി വാഹനങ്ങൾക്ക് പോകാനുള്ള അവസരം ഇല്ലെങ്കിൽ വേണ്ട. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നടക്കാനുള്ള ഒരു വഴി, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. പണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ല ഞങ്ങൾ ഇന്നല്ല, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇതിന്റെ പിറകെയാണ്, ഒരുപാട് കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ആയിട്ടില്ല. ആരും ഒന്നും ഇതിനൊരു മറുപടി പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് ഇതിന് കാരണമായിട്ട് കരുതുന്നത്? ജനപ്രതിനിധികൾ ഇടപെടാത്തതാണ്. എന്താ നിങ്ങൾക്ക് കാരണമായിട്ട് തോന്നുന്നത്? ഞങ്ങൾക്കറിയില്ല. ജനപ്രതിനിധികൾ പറയുന്ന അവർ ഇടപെടുന്നുണ്ട്. ഒരുപാട് നേതാക്കന്മാരുള്ളൊരു രണ്ടത്താണിയാണിത്. നിങ്ങൾക്ക് തന്നെ അറിയാം, രണ്ടത്താണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പേരിന്റെ വാലായിട്ട് രണ്ടത്താണി ചേർത്തിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാരും ഇടപെടാഞ്ഞിട്ടാണോ, അവരിടപെട്ടിട്ട് ഇതിന്റെ അധികാരികൾ കണ്ണു തുറക്കാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല. രണ്ടത്താണിക്ക് ഇതുവരെ ഒരു നടപ്പാതയെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് അത്യാവശ്യമാണ്. ഞങ്ങളെ കുട്ടികൾക്കും ഞങ്ങളെ മുതിർന്നവർക്കും എല്ലാവർക്കും നടക്കാൻ ഒരു നടപ്പാതയെങ്കിലും അത്യാവശ്യമായിട്ട് കിട്ടണം. ഞാനിവിടെ വാർഡ് മെമ്പറാണ്. രണ്ടത്താണി ഏരിയയിൽ 20-ാം വാർഡ് മെമ്പറാണ്. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരുപാട് കാലങ്ങളായി, ഇപ്പോൾ 403-ാമത്തെ ദിവസമാണ് നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് വാതിലുകൾ മുട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം നമുക്ക് കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം സമരം ചെയ്തിരുന്നു. സമരമായി അത് ചെറിയൊരു ധർണ മാത്രമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു സൂചന പ്രകാരം ഞങ്ങൾ നല്ലൊരു സമരത്തിലോട്ട് ഇപ്പം ഈ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു സമരം നടത്തി. വളരെ ഗംഭീരമായിട്ടായിരുന്നു. കാരണം രണ്ടത്താണിൽ ഒറ്റ ചെറിയ കുട്ടി മുതൽ വൃദ്ധന്മാർ വരെ അതിൽ പങ്കെടുത്തു. പക്ഷേ എന്നിട്ടും കേസിന് ഞങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയും ഇപ്പൊ കിട്ടുന്നില്ലെന്നാണ് പറയാനുള്ളത്. ഈ ഒരു ആവശ്യം MLA ആയിട്ടും MP-മാരായിട്ടും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന റെസ്പോൺസ്? MLA MP ഒക്കെ ആയിട്ട് നമ്മൾ ഇതുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനോടും ഒക്കെ അവരും ശുപാർശ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, കറക്റ്റായിട്ടൊരു ആൻസർ ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്നാണ് ഇപ്പം പറയാനുള്ളത്.
കാരണം ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പം ഞങ്ങൾ ഈ ജനങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. ഇനി ഞങ്ങൾ ശക്തമായ സമരം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഘട്ടം ഒരു മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല അല്ലേ? ഇല്ല, ഉയർത്തി കഴിഞ്ഞാലും അത് പൊളിച്ചു മാറ്റാനുള്ള ഓപ്ഷൻ തരും എന്ന് കോടതി എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ഇനിയും അങ്ങനെ ഒരു ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് പണി കഴിഞ്ഞാലും ഒരു പോസിറ്റീവായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഞങ്ങളത് എന്തായാലും പൊളിച്ചു മാറ്റി നമുക്കൊരു അടിപ്പാത, അതായത് ഈ കുട്ടികളുടെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് കാണുന്നുണ്ടാവുമ്പോഴും ഒരു പോസ്റ്റ് ഓഫീസ്, ഖബർസ്ഥാനം, സ്കൂള്, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിഞ്ചു മക്കളാണ് നടന്ന് 2-3 കിലോമീറ്ററോളം നടക്കുക എന്ന് പറയുന്നത് പോസിബിളായ കാര്യമല്ല. അപ്പോൾ ഇനി ഞങ്ങൾ ശക്തമായിട്ട് ജനപ്രതിനിധി എന്ന രീതിയിൽ ഞങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളും എല്ലാം ശക്തമായിട്ട് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. അടുത്ത ഘട്ടത്തിൽ കോടതി വിധി വരുന്നവരെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഞങ്ങളിങ്ങനെ വിഡ്ഢികളാക്കുന്ന പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ശക്തമായ സമരം തന്നെ ഞങ്ങൾ എല്ലാം വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നടത്തും. അത് തന്നെയാണ് തീരുമാനിച്ചത്. വലിയൊരു ആവശ്യം തന്നെയാണ് ഇവര്. ഞാൻ രണ്ടത്താണി GUF സ്കൂളിന്റെ SMC ചെയർമാനാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പറഞ്ഞതൊക്കെ 101% കറക്റ്റാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. രണ്ടത്താണി സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ അപ്പുറത്താണ്. ഈ രണ്ടത്താണിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും, എന്തൊക്കെയോ സ്ഥാപനങ്ങൾ, ഒരൊറ്റ ഹോസ്പിറ്റൽ ഒഴിച്ച് ബാക്കി മുഴുവൻ സ്ഥാപനങ്ങളും ഈ റോഡിന്റെ പടിഞ്ഞാറ് വശത്താണ് കിടക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇത് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പാസേജ് ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച ആയിട്ട് നമ്മളെ സ്റ്റേ പിൻവലിച്ച് എന്താണോ അവിടെ സംഭവിച്ചത് എന്നുള്ളത് പറയാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് 2 മീറ്റർ ഹൈറ്റിലും 2 മീറ്റർ വിഡ്ത്തിലും ഇതിവിടെ അനുവദിച്ച് തരാം എന്ന് KNR കോടതിയിൽ സമ്മതിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ കോടതിയിലെ ജഡ്ജി പറയുന്നത്, ഞങ്ങളാരും പറഞ്ഞതല്ല, കോടതിയിലെ ജഡ്ജി പറയുന്നത് അത് പോരാ, അവിടെ ഒരു സ്കൂളുണ്ട്, അതേപോലെ തന്നെ വൃദ്ധന്മാരും മറ്റ് കുട്ടികളുമായിട്ടുള്ള എല്ലാവുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം എനിക്ക് തോന്നുന്നത് ഈ വക്കീലന്മാർ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ അവിടെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ജഡ്ജി പറയുന്നത് ഇത് പോരാ, അവിടെ അണ്ടർപാസ് തന്നെ അനുവദിക്കണം. ആ അനുവദിക്കണം എന്ന് പറഞ്ഞ് അതിന് സമയം കൊടുത്തു. ആ സമയം വ്യത്യസ്ത കാരണങ്ങളെ കൊണ്ട് നീട്ടിപ്പോയ ഇത് കണ്ടെടുക്കുന്ന പെട്ടെന്ന് ഈ സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റേ ഓർഡർ പിൻവലിച്ചോ ഇല്ലെന്നൊന്നും അറിയില്ല, പിൻവലിച്ചതായിട്ടാണ് നമുക്ക് ഇതുകൊണ്ട് ബോധ്യപ്പെടുന്നത്. പിൻവലിച്ചുകൊണ്ട് ഇതിന്റെ വിധി പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യം. ഇപ്പോൾ ഞങ്ങൾ നാട്ടുകാരും അതുപോലെ ആവശ്യപ്രകാരം അവിടെ കമ്മീഷനെ വെക്കണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു. അത് ഇന്ന് അത് കമ്മീഷനെ വെക്കാനാണോ അതല്ല ഇതിന്റെ ഒരു ലാസ്റ്റ് തീരുമാനമാണോ വരിക എന്നുള്ളത് അറിയില്ല. ഇന്ന് വിധി പ്രഖ്യാപിക്കുന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയും നിലവിലുള്ള അവസ്ഥ വെച്ച് അസ്ഥാനത്താണ് എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് ഈ രണ്ടത്താണി സ്കൂളിലെ PTA-യും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും കൂടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഒപ്പിട്ട രേഖയുമായിട്ട് ഇന്നലെ കലക്ടറെ സമീപിച്ച്, കലക്ടറെ ഞങ്ങൾ മുമ്പ് സമീപിച്ചപ്പോൾ കലക്ടർ ഞങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അന്ന് അസിസ്റ്റന്റ് കലക്ടറെയാണ് ബന്ധപ്പെടാൻ സാധിച്ചത്. ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താ വെച്ചാൽ, അന്ന് രേഖാപ്രകാരമൊന്നുമല്ല ഞങ്ങളോട് പറഞ്ഞത്, നാഷണൽ ഹൈവേ അവിടെ ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നടപടിയില്ലാതെ അവിടെ ഓപ്പൺ ആവൂല എന്ന് പറഞ്ഞതാണ്. ചെറിയ ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മുടെ MLA ആബിദ് ഹുസൈൻ തങ്ങൾ, കോട്ടക്കൽ MLA ആണ്. അദ്ദേഹം നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ആവശ്യം അദ്ദേഹം നിങ്ങൾ പറഞ്ഞെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് രണ്ടത്താണിയിലാണ്. ഈ ജനങ്ങളുടെ ഇവിടുത്തെ വിഷയം, അതായത് നമ്മൾ ഈ ദേശീയപാത വരുമ്പോൾ അവർക്ക് റോഡിന്റെ മറുവശത്തേക്ക് പോകാൻ ഒരു നടവഴിയെങ്കിലും വേണം എന്നൊരു ന്യായമായ ആവശ്യമാണ് ഇവർ മുന്നിൽ വെക്കുന്നത്. ഇവരുടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് അങ്ങേക്ക് അറിയുന്നതാണ്. അങ്ങ് ഇതിൽ ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ്. എന്താണ് നിലവിൽ ഇതിന്റെ ഒരു അവസ്ഥ? ഇവരുടെ ആവശ്യത്തിന് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടുമോ? ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് അത് നടപ്പാക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. കാരണം നമ്മൾ അതിന് നിരന്തരം ആവശ്യപ്പെട്ടതാണ്. അതിന് പിന്നാലെ അത് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെട്ട ആളുകളാണ്. കാരണം ഒരു പ്രദേശത്തെ തന്നെ 2ആയി വെട്ടിമാറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു വികസനമായി പോയി അത്. ഞങ്ങളിത് നിരന്തരം ജില്ലാ വികസന കൗൺസിലും അതുപോലെ തന്നെ അതിന്റെ റീജിയണൽ ഓഫീസറെയും പ്രോജക്ട് ഡയറക്ടറെയും എല്ലാവരെയും ബോധിപ്പിച്ചു. പിന്നെന്താണ് സ്ഥലം
ബോധ്യപ്പെടും. അത് പണിയെടുക്കുന്ന കരാറുകാർക്ക് വരെ അത് ആവശ്യമാണ് എന്ന തരത്തിൽ അവരൊക്കെ തന്നെ തൽക്കാലം അവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കുകയും ഒക്കെ ഒരു ചെയ്ത കാര്യമാണ്. കാരണം മദ്രസും സ്കൂളും കച്ചവട സ്ഥാപനങ്ങളും ഓഫീസുകളും ഒക്കെ ഒരു ഭാഗത്തും ജനം താമസിക്കുന്നത് മറ്റൊരു ഭാഗത്തും അവിടേക്ക് ഒന്ന് ക്രോസ് ചെയ്യാൻ ഒരു അണ്ടർപാസ് വേണമെന്നായിരുന്നു ആവശ്യം. ആ ആവശ്യത്തിന് വേണ്ടി നിരന്തരം ശ്രമിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ പിന്നെന്താണ് വഴികളുണ്ട് എന്ന് പറഞ്ഞ് മടക്കുകയും എന്നാൽ പിന്നെ അണ്ടർപാസിന് പകരം ആളുകൾക്ക് നടന്നു പോകാൻ ഒരു ബാസ് കൾവേർട്ട് എങ്കിലും നൽകണം എന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ പിന്നെ PDAയും അതുപോലെ തന്നെ ROയും ഒക്കെ കണ്ട് അവരൊക്കെ നൽകും എന്നുള്ള ഒരു വാക്കാണ് പലപ്പോഴും നമുക്കൊക്കെ നൽകിയിട്ടുള്ളത്. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നില്ല. പ്രാവർത്തികമാക്കാതെ അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് ആളുകളുടെ പ്രതിഷേധം നിരന്തരമായി വരുന്നത്. ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളുമായും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണപതിയും പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും എല്ലാവരും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതങ്ങ് പിന്നെന്താ പ്രാബല്യത്തിൽ വരുത്താനുള്ള ഒരു സന്നദ്ധത ഇതുവരെ പിന്നെ നാഷണൽ ഹൈവേയുടെ അതോറിറ്റി കാണിക്കുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. അതിലേറെ സങ്കടകരമാണ്. കാരണം ഒരു ജനതയെ രണ്ടാക്കി ഒരു പ്രദേശത്തെ രണ്ടാക്കി ആളുകളെ അപ്പുറത്തും ഇപ്പുറത്തുമാക്കുന്ന ഒരു പണിയാണ്. ആളുകൾ സ്ഥലം കൊടുത്തിട്ടാണല്ലോ ഈ സ്ഥലം റോഡ് കൊണ്ടുപോകുന്നത്. സ്ഥലം കൊടുത്ത ആളുകളെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നടപടിയായിപ്പോയി NHAയുടെ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇത് പലയിടത്തും ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ട്. NHA മറ്റൊരു കാര്യം കൂടി ഇവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇതിനെ കുറച്ച് അപ്പുറത്ത് ഇരുമ്പൻചോലയിലാകട്ടെ അതിന്റെ പൊന്നാനിയിലാകട്ടെ അവിടെയൊക്കെ ജനങ്ങളുടെ ആവശ്യം ഉയർന്നപ്പോൾ അവിടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതേ ഒരു ഇടപെടലാണ് ഇവിടെ ആവശ്യമെന്നാണ് ഈ നാട്ടുകാർ ഒന്നാകെ ആവശ്യപ്പെടുന്നത്. നമുക്കിതിൽ എന്താണ് ഇനി ചെയ്യാനാവുക? ഇനിയുള്ള വളരെ കുറച്ച് കാര്യം നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പൊന്നാനിയുടെ MLA തന്നെ നിവേദനം തന്നെ പിന്നെന്താണ് PDക്കും മറ്റാളുകൾക്കും ഒക്കെ കൈമാറുന്ന പിന്നെന്താണ് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണ് പല സ്ഥലത്തും NHA പിന്നെ റോഡ് പോകുന്ന പല സ്ഥലത്തും ഈ പ്രയാസങ്ങളുണ്ടെന്ന് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ വള്ളിക്കുന്ന് മണ്ഡലത്തിലെ അമിത മഷുവൊക്കെ അടക്കമുള്ള ആളുകൾ പിന്നെന്താണ് ഒക്കെ ഞങ്ങൾ നിരന്തരം ജില്ലാ വികസന സമിതിയിലെ ആവശ്യങ്ങളൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാര്യങ്ങൾ ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ്. എന്താണ് അവിടെയാണ് അതിന്റെ തടസ്സമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല. മന്ത്രിയെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. നമ്മുടെ PWD മന്ത്രിയെ പരിമിതിയുണ്ട്, അവർ NHA ആണല്ലോ. പക്ഷെ എന്നാലും സ്ഥലം നൽകാനുള്ള പണം നൽകുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മന്ത്രിയുടെ പിന്നെന്താണ് ഒരു സമ്മർദ്ദമുണ്ടായാൽ നടക്കുമെന്ന് കരുതിയാണ് ഞങ്ങൾ മന്ത്രിയെ ബന്ധപ്പെട്ട് അത് കാണിക്കണമൊക്കെ എന്ന് കരുതിയിരുന്നത്. പക്ഷെ പിന്നെന്താണ് അവര് പറഞ്ഞിട്ടും അല്ല അവരെ കൊണ്ട് കത്ത് കൊടുപ്പിച്ചിട്ടും ഒന്നും ഈ പിന്നെന്താണ് NHAയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു സഹകരണം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇത് വലിയ പ്രയാസമായി ഞങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് എന്താണ് ചെയ്യാനാവുക ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ? കാരണം സമയം വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് എന്താണ് ഇനി ഇതിലൊരു പോംവഴിയായിട്ട് നാട്ടുകാരോട് പറയാൻ കഴിയുന്ന ഒരു കാര്യം? അല്ല, നമ്മള് MP ബന്ധപ്പെട്ട് MP തന്നെ ഇവരെ ET മുഹമ്മദ് ബഷീർ സാഹിബ് തന്നെ പാർലമെന്റിനകത്ത് ഇത് ഉന്നയിച്ചു. ഇതിന്റെ പ്രയാസങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും പരിഗണിക്കണം. അത് ജനങ്ങളെ പിന്നെന്താണ് സ്ഥലം നൽകിയ ജനങ്ങളെ പ്രയാസപ്പെടുത്തരുത് എന്ന തരത്തിലും അതിന് അടിയന്തരമായ ഇടപെടലുകളും നടപടികളും ഉണ്ടാകണമെന്ന് പറഞ്ഞ് MP തന്നെ പിന്നെന്താണ് പാർലമെന്റിനകത്ത് ഉന്നയിച്ചു. പാർലമെന്റ് അത് പരിശോധിക്കാമെന്ന് പിന്നെന്താണ് മന്ത്രി മറുപടി നൽകി. പിന്നെ അദ്ദേഹം തന്നെയാണ് പിന്നെന്താണ് റീജിയണൽ ഓഫീസറെ കാണാനുള്ള സൗകര്യമൊക്കെ വിളിച്ചു പറഞ്ഞ് ഞാൻ തന്നെയാണ് അവിടുത്തെ പിന്നെന്താണ് സമരസമിതിയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ROയെ സമീപിച്ചത്. RO ആ പ്രദേശം വന്ന് സന്ദർശിക്കാമെന്നും കാണാമെന്നും പറഞ്ഞു. എന്നാൽ കാണാൻ വന്നപ്പോ ഉത്തരവാദിത്തപ്പെട്ട MLA അറിയിക്കുമെന്ന് പറഞ്ഞായിരുന്നു, അറിയിച്ചില്ല. അദ്ദേഹം വന്ന് കണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നീട് എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് NHA ഇതിന് പോസിറ്റീവായ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പരാതി. അത് പിന്നെ എന്താണ് ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമായി അതായത് നമുക്ക് ഇടപെടാൻ കഴിയാവുന്ന ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇപ്പൊ MLAക്ക് ഇടപെടാൻ കഴിയാവുന്ന ഒരു പരിമിതിക്കകത്ത് നിന്ന് MLAയും MPയുടെ ഒരു പിന്നെ പ്രവർത്തന രീതിക്ക് അനുസരിച്ചുള്ള ഇടപെടൽ അദ്ദേഹവും ഒന്നിച്ച് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. ഇപ്പോഴും അതേ ആവശ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടവരെ പിന്നെന്താണ് കാണാനും പിന്നെ സംസാരിക്കാനും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായും വളരെ നന്ദി. ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ഈ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ ഞങ്ങളോടൊപ്പം നിന്നതിനും ഞങ്ങളോട് പ്രതികരിച്ചതിനും അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ തുടരുകയാണ്.
കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂല സമീപനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നാണ് ശ്രീ MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഇപ്പോൾ നമ്മളോട് ഈ ഒരു ഡിസ്കഷനിടയിൽ തന്നെ ലൈവായിട്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇനി കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ മാത്രമാണ് ഇതിലൊരു പ്രതീക്ഷ അർപ്പിക്കുന്നത്. അങ്ങനെ നേരത്തെ പറയാൻ വന്നപ്പോഴാണ് MLAയുടെ ഇടപെടൽ. ഞാൻ ഈ രണ്ടത്താണി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. ഏകദേശം 100 വർഷം പൂർത്തിയായ സ്കൂളാണ്. ഇവിടെയുള്ള ഈ 2 പഞ്ചായത്തിൽ റോഡ് നാഷണൽ ഹൈവേയുടെ 2 വശത്തുള്ള ഏകദേശം 1000-ഓളം കുട്ടികൾ 1500 കുട്ടികളും പഠിച്ചിരുന്നൊരു സ്കൂളാണ്. ഇപ്പോൾ ഏകദേശം പകുതിയോളം കുട്ടികൾ ഈ റോഡിൻ്റെ കിഴക്ക് വശത്ത് നിന്ന് മാറാക്കര പഞ്ചായത്തിൽ നിന്ന് ഈ നാഷണൽ ഹൈവേ മുറിച്ച് കടന്നാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗവൺമെൻറ് സ്കൂളാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ധാരാളം കുട്ടികൾ പഠിക്കുന്ന, പ്രത്യേകം മാറാക്കര പഞ്ചായത്തിൽ നിന്ന് ഇവിടെ നടന്നു വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഒരു വാഹനത്തിൽ കയറിപ്പോയുള്ള സാമ്പത്തിക ശേഷി കുറവുള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം ഇക്കൊല്ലം തന്നെ ഏകദേശം 10-20 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രക്ഷിതാക്കൾ ആശങ്കയിലാണ്. ഈ നാഷണൽ ഹൈവേയുടെ ഉയർന്നു വന്ന് ഒരു വലിയ മനുഷ്യക്കോട്ട കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എങ്ങനെ നമ്മളെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക, അടുത്ത കൊല്ലം നമ്മളുടെ കുട്ടികളുടെ എണ്ണം പേടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മളുടെ ഈ സ്കൂളൊക്കെ നിലനിർത്താൻ വേണ്ടി തന്നെ ഈ കുട്ടികളുടെ അവിടുന്ന് വരുന്ന ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി നിർബന്ധമായിട്ടും നമുക്ക് ഇവിടെ ലഭിച്ചേ തീരൂ. സമയം കഴിഞ്ഞോണ്ടിരിക്കും. ഞാൻ RTOയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ MLA സംസാരിച്ചപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അതിന് ബന്ധപ്പെടലുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ കളക്ടർ അടുത്തുനിന്ന് കർശനമായ അല്ലെങ്കിൽ ഈ കുട്ടികളോട് വളരെ നല്ല രീതിയിലാണ് കളക്ടർ പറഞ്ഞത്. കളക്ടർ എന്താ പറയുന്നത് വെച്ചാൽ ഇത് MP മുഖാന്തരമുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ കൂടി അല്ലാതെ ഒരു മാർഗവും ഇതിനില്ല. ഇവിടെ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കളമശ്ശേരിയിൽ ഇതിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസുമായി MP മുഖാന്തരം ബന്ധപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനം കിട്ടൂ എന്നാണ് പറയുന്നത്. MP ഡൽഹിയിലാണ്. അദ്ദേഹത്തെ ഈ ഒരു ലൈവിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ MPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ വളരെ വേഗത്തിൽ ഇത്തരത്തിലൊരു ഇടപെടൽ പൂർത്തിയായില്ലെങ്കിൽ രണ്ടത്താണി 2 വശങ്ങളിലായിട്ട് ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഒരു നാടിന്റെ ജീവനാഡിയെ തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത്തരത്തിൽ വികസനത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോഴും വികസനം മൂലം അന്യമാക്കപ്പെടുന്ന ചില ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലകൾ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒരു ചരിത്രം, അത് വലിയ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് ഈ നാടിന് പറയാനുണ്ടാവുക. ഇവർ ആവശ്യപ്പെടുന്നത് ഒരു ഇടനാഴി മാത്രമാണ് നടന്നു പോകാൻ ഇരുവശങ്ങളിലേക്കും. അത് പരിഗണിക്കണം. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ അതിനുണ്ടാകണം എന്ന ആവശ്യമാണ് ഈ നാടിനൊന്നാകെ പറയാനുള്ളതും. നമ്മളാണ് അത് പ്രേക്ഷകരിലൂടെ ലോകത്തിനു മുമ്പിലേക്ക് ഇവരുടെ ആവശ്യം എത്തിക്കുകയാണ്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. You can ignore this.